Hello everyone, welcome to the first class of selected problems of medieval and modern world history. Today we are going to discuss about the topic colonization of Africa. The selected problems of medieval and modern world history എന്ന പേപ്പറിലെ നാലാമത്തെ മൊഡ്യൂളാണ് റൈസ് ആൻഡ് ഗ്രോത്ത് ഓഫ് കൊളോണിയലിസം ആൻഡ് നാഷണലിസം. ഈ മൊഡ്യൂളിൽ രണ്ട് പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് കൊളോണിയലിസവും രണ്ടാമത്തത് എമർജൻസ് ഓഫ് നാഷണലിസവും. കൊളോണിയലിസത്തിൽ രണ്ട് ഭാഗങ്ങളാണ് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്, കൊളോണൈസേഷൻ ഓഫ് ഏഷ്യ ആൻഡ് കൊളോണൈസേഷൻ ഓഫ് ആഫ്രിക്ക. അതിനകത്ത് കൊളോണൈസേഷൻ ഓഫ് ആഫ്രിക്കയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. കൊളോണൈസേഷൻ ഓഫ് ആഫ്രിക്ക. ആഫ്രിക്കൻ കൊളോണൈസേഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് എങ്ങനെയാണ് കൊളോണൈസേഷൻ പ്രോസസ്സ് ആരംഭിച്ചെന്ന് നോക്കാം. ഇറ്റ് വാസ് ബൈ ദ 19th century ആസ് എ പാർട്ട് ഓഫ് ദി ന്യൂ ഇമ്പീരിയലിസം. ന്യൂ ഇമ്പീരിയലിസം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ്റെയും അതിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തു വന്ന ക്യാപിറ്റലിസത്തിൻ്റെയും തുടർച്ചയായിട്ടാണ് ന്യൂ ഇമ്പീരിയലിസം 19th century ആരംഭിക്കുന്നത്. ഈ ന്യൂ ഇമ്പീരിയലിസം ഉണ്ടാകാനായിട്ട് പ്രധാനമായിട്ടും 4 കാരണങ്ങളാണ് പറയുന്നത്. വൺ ഇസ് ഇക്കണോമിക്, പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് റിലീജിയസ് വൺ. എക്കണോമിക് കോസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട് എമർജ് ചെയ്തു വന്ന പുതിയ ഇൻഡസ്ട്രീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന് ആവശ്യമായിട്ടുള്ള മാർക്കറ്റുകൾ യൂറോപ്യൻ കൺട്രീസിന് ആവശ്യമായിട്ട് വന്നു. സോ ഇൻ സെർച്ച് ഓഫ് മാർക്കറ്റ്സ് ഫോർ ദെയർ ഇൻഡസ്ട്രിയലൈസ്ഡ് ഗുഡ്സ് ആൻഡ് ദേ നീഡ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഓർ ദേ നീഡ് ന്യൂ പ്ലേസസ് ടു ഇൻവെസ്റ്റ് ദെയർ സർപ്ലസ് ക്യാപിറ്റൽ. അതാണ് എക്കണോമിക് കോസിൽ പറയുന്നത്. ആൻഡ് റിഗാർഡിംഗ് ദി പൊളിറ്റിക്കൽ കോസ്, ദ സ്പിരിറ്റ് ഓഫ് നാഷണലിസം ആ സമയത്ത് ഡെവലപ്പ് ചെയ്തു വന്നു യൂറോപ്പിൽ. നാഷണലിസം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ സമ്പത്തിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തു വന്നു. സോ ഇൻ ഓർഡർ ടു മേക്ക് ദെയർ കൺട്രി മോർ പവർഫുൾ they need to collect more wealth. സോ ആ ഒരു സ്പിരിറ്റ് ഓഫ് നാഷണലിസം എന്ന് പറയുന്നതും ഈ ന്യൂ ഇമ്പീരിയലിസത്തിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തു വന്ന പൊളിറ്റിക്കൽ കോസാണ്. റിഗാർഡിംഗ് ദ സോഷ്യൽ കോസ്, ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട് സൊസൈറ്റി ഡെവലപ്പ് ചെയ്തു വന്നു, എക്കോണമിയിലെ ഡെവലപ്മെൻറ്റ് ഉണ്ടായി, which resulted in the population explosion. So there was an increase in the population in these industrialized countries, and they need new territories to accommodate this newly emerged or this new population, this increased population. So the search for the new territories to settle the surplus population was the major social factor. And regarding the religious factor, with the development of Christianity and the Christian missionary activities, the missionaries was mainly aimed to civilize the people, civilize the world. പ്രത്യേകിച്ചും ക്രിസ്ത്യൻ മിഷണറീസ് മോഡേണൈസേഷനും ഡെവലപ്മെൻറ്റൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്നതുകൊണ്ട് തന്നെ അവർ സിവിലൈസിംഗ് മിഷൻ എന്ന് പറയുന്ന ഒരു ദൗത്യം ഏറ്റെടുക്കുകയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് എല്ലാ വ്യക്തികളെയും അല്ലെങ്കിൽ എല്ലാ പ്രദേശങ്ങളെയും സിവിലൈസ് ചെയ്യുക എന്ന് പറയുന്ന ദൗത്യമായിട്ട് ഏറ്റെടുത്തു. അങ്ങനെയാണ് സിവിലൈസിംഗ് മിഷൻ ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. ആൻഡ് ദാറ്റ് വാസ് ദി റിലീജിയസ് കോസ്. ഇങ്ങനെ പ്രധാനമായിട്ടും 4 കാരണങ്ങളിലൂടെയാണ് ന്യൂ ഇമ്പീരിയലിസം 19th നൂറ്റാണ്ടോട് കൂടിയിട്ട് ലോകത്തിൽ ഡെവലപ്പ് ചെയ്തു വരുന്നത്. ആൻഡ് ദർ വാസ് എ കോമ്പറ്റീഷൻ among the European powers to acquire more territories, especially in Asia and Africa. And let us see about Africa before the colonization. Africa was known as a dark continent because Africa was unknown to the Europeans. വളരെ കുറച്ച് കോസ്റ്റൽ സ്റ്റേഷൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ ആഫ്രിക്കയുടെ ഇൻറ്റീരിയർ പാർട്ടുകളെ കുറിച്ചൊന്നും വലിയ വ്യക്തമായ ധാരണയൊന്നും യൂറോപ്യൻസിനുണ്ടായിരുന്നില്ല. ഏകദേശം 19th നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് യൂറോപ്യൻ ട്രാവലേഴ്സ് ഓർ എക്സ്പ്ലോറേഴ്സ് ആഫ്രിക്കയിലേക്ക് എത്തുന്നതും അങ്ങനെ ആഫ്രിക്കയുടെ ഇൻറ്റീരിയർ പാർട്ടുകളെ കുറിച്ചിട്ട് അവരുടെ റെക്കോർഡുകൾ ഉണ്ടാക്കുന്നതും. അങ്ങനെ വന്നൊരു യൂറോപ്യൻ ട്രാവലറാണ് ഡേവിഡ് ലിവിങ്സ്റ്റൺ. ഹി വാസ് എ സ്കോട്ടിഷ് ഫിസിഷ്യൻ ഹു കെയിം ടു ആഫ്രിക്ക ഇൻ 1814 ആൻഡ് ഹി സ്പെൻഡ് ഹിസ് 30 years ഇൻ ആഫ്രിക്ക. ഡേവിഡ് ലിവിങ്സ്റ്റണിലൂടെ തുടങ്ങിയ ആഫ്രിക്കൻ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് പിന്നീട് മറ്റു പല യൂറോപ്യൻ ട്രാവലേഴ്സിലൂടെയും കടന്നു പോവുകയും പിന്നീട് ഈ യൂറോപ്യൻ ട്രാവലേഴ്സിലൂടെയാണ് യൂറോപ്യൻ കൺട്രീസ് ആഫ്രിക്കയെക്കുറിച്ച് ധാരാളമായിട്ട് അറിയുന്നത്. ആൻഡ് ത്രൂ ദെം യൂറോപ്യൻസ് കെയിം ടു നോ അബൌട്ട് ദി അബൻഡൻസ് ഓർ ദ റിച്ച് നാച്ചുറൽ റിസോഴ്സസ് ഓഫ് ആഫ്രിക്ക ലൈക്ക് iron, rubber, wood, ivory, palm oil, etc. along with the human resources. Then politically, Africa was ruled by the local kingdoms or the empires. The rival local kingdoms ആയിരുന്നു ആഫ്രിക്കയിൽ കൊളനൈസേഷന് മുൻപുണ്ടായിരുന്ന പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ആൻഡ് റിഗാർഡിംഗ് കൾച്ചറിൽ ഇസ്ലാമിക് കൾച്ചറായിരുന്നു ആഫ്രിക്കയിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഇസ്ലാം വാസ് വൈഡ് സ്പ്രെഡ് ഇൻ ആഫ്രിക്ക ബിഫോർ ദി കൊളനൈസേഷൻ.
And the colonization of Africa, which was otherwise known as a scramble for Africa, because there was a competition among the European powers to divide or partition Africa. ഈ colonization പ്രോസസ്സിലേക്ക് പ്രധാനമായിട്ടും ലീഡ് ചെയ്തിട്ടുള്ള മേജർ മോട്ടീവ് എന്ന് പറയുന്നത് എക്കണോമിക് മോട്ടീവ് ആയിരുന്നു. ആൻഡ് ദേ വ്യൂവ്ഡ് ആഫ്രിക്ക ആസ് സോഴ്സ് ഫോർ റോ മെറ്റീരിയൽസ് ആൻഡ് മാർക്കറ്റ് ഫോർ യൂറോപ്യൻ ഗുഡ്സ് ആൻഡ് ഫീൽഡ് ഫോർ സർപ്ലസ് പോപ്പുലേഷൻ. Along with that, there are several other factors, but the major motive or the major factor behind the scramble for Africa was primarily the economic one. And there were competition among the European powers like Britain, Belgium, Germany, Portugal, France and Italy for the partition, which finally led to the Berlin Conference. ബെർലിൻ കോൺഫറൻസ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ കൊളനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ്, വിച്ച് വാസ് ഹാപ്പൻ ഇൻ 1884. ആഫ്രിക്കൻ പാർട്ടീഷനുമായി ബന്ധപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇടയിൽ വലിയൊരു ഡിസ്പ്യൂട്ട്, ഒരു കൺഫ്യൂഷൻ നിലനിന്നിരുന്നു. ഈ കൺഫ്യൂഷനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ളൊരു ഇവൻ്റാണ് ബെർലിൻ കോൺഫറൻസ് എന്ന് പറയുന്നത്. ഇൻ 1884, പോർച്ചുഗൽ, ഹു വാസ് വൺ അമംഗ് ദി പൊളിറ്റിക്കൽ പവേഴ്സ് ബിഹൈൻഡ് ദി പാർട്ടീഷൻ ഓഫ് ആഫ്രിക്ക, Portugal made a proposal for the conference in which the European countries would meet in Berlin regarding the division of Africa without the presence of Africa. ആഫ്രിക്കയെ ഇല്ലാതെ ബെർലിനിൽ വെച്ച് ഒരു കോൺഫറൻസ് വിളിച്ചു കൂട്ടാമെന്ന് പോർച്ചുഗൽ, ഒരു പ്രധാനപ്പെട്ട യൂറോപ്യൻ ശക്തിയായിട്ടുള്ള പോർച്ചുഗൽ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുന്നു. ഈ പ്രപ്പോസലിൻ്റെ ഭാഗമായിട്ട് ജർമ്മൻ ചാൻസലറായിരുന്ന ഓട്ടോവൻ ബിസ്മാർക്കിനോട് പോർച്ചുഗൽ ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു. ആൻഡ് ആസ് എ റിസൾട്ട് ഇൻ 1884, ജർമ്മൻ ചാൻസലർ ഓട്ടോവൻ ബിസ്മാർക്ക് കോൾഡ് അപ്പോൺ എ കോൺഫറൻസ് to negotiate questions and to end confusion over the control of Africa. അങ്ങനെ ഓട്ടോവൻ ബിസ്മാർക്കിൻ്റെ നേതൃത്വത്തിലാണ് ബെർലിനിൽ വെച്ചൊരു കോൺഫറൻസ് നടത്തുന്നത്. 1884 ആഫ്രിക്കൻ പാർട്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കൺഫ്യൂഷൻസും ഡിസ്പ്യൂട്ട്സും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് കോൺഫറൻസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദിസ് കോൺഫറൻസ് വാസ് അറ്റൻഡഡ് ബൈ 14 യൂറോപ്യൻ കൺട്രീസ് ആൻഡ് ഇറ്റ് വാസ് ഹെൽഡ് ഫ്രം 1884 ടു ഫെബ്രുവരി 1885. ഈ കോൺഫറൻസോട് കൂടിയിട്ടാണ് യൂറോപ്യൻ കൊളനൈസേഷനും അതുപോലെ തന്നെ ആഫ്രിക്കൻ യൂറോപ്യൻ ട്രേഡിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഒരു പരിധിവരെ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുന്നത് ബെർലിൻ കോൺഫറൻസോട് കൂടിയിട്ടാണ്. Then let us see about the colonization process of Africa. Africa was colonized by 7 major European powers like Portuguese, France, Britain, Belgium, Spain, Italy and Germany. Among these European powers, Britain and France were the pioneers of the colonization because major territories or the majority of the area were under these two countries. ഇനി ഓരോ യൂറോപ്യൻ പവേഴ്സിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് നോക്കാം. ഫസ്റ്റ് ഇസ് പോർച്ചുഗീസ്. They were the first European powers who came to Africa. ഒരു പക്ഷേ ട്രേഡിൻ്റെ ഭാഗമായിട്ടാണ് പോർച്ചുഗീസുകാർ ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലേക്ക്, പ്രത്യേകിച്ചും ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്ക് എത്തുന്നത്. അങ്ങനെ ഏഷ്യയിലേക്കുള്ള ട്രേഡ് റൂട്ടിൻ്റെ ഭാഗമായിട്ടാണ് അവർ ആഫ്രിക്കയിലേക്ക് വരുന്നത് ആസ് എ ട്രേഡേഴ്സ്. ആൻഡ് they came to Africa by the 15th century and they occupied the territories on the east and the west coast. ആഫ്രിക്കയുടെ ഈസ്റ്റ് കോസ്റ്റിലും വെസ്റ്റ് കോസ്റ്റിലുമായിട്ടായിരുന്നു പോർച്ചുഗീസുകാർക്ക് ടെറിറ്ററീസ് ഉണ്ടായിരുന്നത്. 2 ഫേസസ് ആയിട്ടാണ് ആഫ്രിക്കൻ കൊളനൈസേഷനിൽ പോർച്ചുഗീസുകാർ അവർ ടെറിറ്ററീസ് ഓക്യുപ്പൈ ചെയ്തിരുന്നത്. ഇൻ ദ ഫസ്റ്റ് ഫേസ്, ദാറ്റ് വാസ് എ വെരി early phase, they occupied Mozambique in 1500. മൊസാംബിക് എന്ന് പറയുന്നത് ആഫ്രിക്കയുടെ ഈസ്റ്റേൺ സൈഡിലുള്ള ഒരു ടെറിറ്ററിയാണ്. ദെൻ ബൈ ദ സെക്കൻഡ് ഫേസ്, അതാണ് കറൻറ്റ് ഫേസ് എന്ന് പറയുന്നത്, ന്യൂ ഇമ്പീരിയലിസം എന്ന് പറയുന്ന ഫേസിൽ പോർച്ചുഗീസുകാർ അങ്കോള 1891 അതുപോലെ തന്നെ പോർട്ട് ഗിനിയെയും അവർ ക്യാപ്ചർ ചെയ്തെടുത്തു. That was Portuguese. Moving to Britain, African colonization one of the major power അല്ലെങ്കിൽ one of the leading power എന്ന് പറയുന്നത് ബ്രിട്ടൻ ആണ്. ആൻഡ് ബ്രിട്ടൻ്റെ കൊളനൈസേഷൻ ആരംഭിക്കുന്നത് ഡച്ചുകാരിൽ നിന്നാണ്. ആക്ച്വലി ഡച്ചുകാർക്ക് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന പൊസിഷൻസ് ആയിരുന്നു കേപ്പ് കോളനി ആൻഡ് ട്രാൻസ്വാൾ എന്ന് പറയുന്നത്. ഈ കേപ്പ് കോളനിയും ട്രാൻസ്വാളും ഡച്ചുകാരിൽ നിന്ന് പിടിച്ചെടുത്തതിന് ശേഷമാണ് ആഫ്രിക്കയിൽ ബ്രിട്ടീഷുകാർക്ക് അവരുടെ ഒക്യുപ്പേഷൻ ആരംഭിക്കുന്നത്. ആൻഡ് ദേ ഓൾസോ ഒക്യുപ്പൈഡ് ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്സ് ഫ്രം ദി ഡച്ച്. And
ബ്രിട്ടീഷുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഫ്രിക്കയുടെ പകുതിയിലധികം പ്രദേശങ്ങൾ ഒക്യുപ്പൈ ചെയ്തിട്ടുള്ള ഒരു യൂറോപ്യൻ കൺട്രിയാണ് ബ്രിട്ടീഷുകാർ എന്ന് പറയുന്നത്. ആൻഡ് പ്രധാനമായിട്ടും ഈസ്റ്റേൺ സൈഡിലും അതുപോലെ തന്നെ വെസ്റ്റേൺ സൈഡിലുമായിരുന്നു ആഫ്രിക്കയിൽ ബ്രിട്ടീഷുകാർക്ക് പൊസിഷൻസ് ഉണ്ടായിരുന്നത്. ദ ഹാഡ് പൊസിഷൻസ് ഓവർ ഗോൾഡ് കോസ്റ്റ് കോളനീസ്, ഉഗാണ്ട, സാൻസിബാർ, പാർട്സ് ഓഫ് ഈസ്റ്റ് ആഫ്രിക്ക, ന്യൂസിലാൻഡ്, റൊഡേഷ്യ. And two major territories occupied by Britain by the end of the 19th century was Egypt and Sudan. And by 1914, Britain controlled 3 million square miles in Africa. It's a big deal. And like Britain, France is another country who occupied a major portion of Africa, and they had the settlements on the west coast. They colonized Algeria by 1813. ഒരു പക്ഷേ ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയൊരു ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോളനി എന്ന് പറയുന്നത് അൾജീരിയ ആയിരുന്നു. ആൻഡ് ദാറ്റ് വാസ് occupied by 1813. And we will discuss this in the next class in detail. And they occupied Tunisia, Morocco on the west coast. ഫ്രാൻസുകാർക്ക് വെസ്റ്റ് കോസ്റ്റിലായിരുന്നു കൂടുതൽ പ്രദേശങ്ങൾ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് they also occupied a island, that is Madagascar Island, in 1905, that is on the east coast. And they also occupied Congo, part of Congo, that is French Congo, and French Guinea, Senegal, Dahomey and Sahara. ഈ ഫ്രാൻസും ബ്രിട്ടീഷുകാരും തമ്മിൽ യൂറോപ്പിൽ വെച്ച് വലിയൊരു റൈവൽറി ഉണ്ട്. ആ റൈവൽറി ആഫ്രിക്കൻ കൊളനൈസേഷനിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഈ റൈവൽറിയുടെ ഭാഗമായിട്ട് ഒരു ക്രൈസിസ് ഉണ്ടായിട്ടുണ്ട്. ആ ക്രൈസിസാണ് ഫഷോദ ക്രൈസിസ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് വാസ് ഇൻ ബിറ്റ്വീൻ ഫ്രഞ്ച് ആൻഡ് ബ്രിട്ടൻ ഇൻ ബിറ്റ്വീൻ 1898 ആൻഡ് 1899. ഫഷോദ എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ സുഡാനിലെ ഒരു വില്ലേജാണ്. ഈ ഈജിപ്ഷ്യൻ സുഡാൻ എന്ന് പറയുന്നത് ഈജിപ്തിൻ്റെ അധികാരത്തിൽ വരുന്ന കൺട്രോളിൽ വരുന്ന ഒരു ഏരിയയാണ് ഈജിപ്ഷ്യൻ സുഡാൻ എന്ന് പറയുന്നത്. ഈ ഫഷോദയിലേക്ക് ഫ്രാൻസുകാർ ഒരു മിലിറ്ററി ക്യാമ്പയിൻ നടത്തുന്നു അണ്ടർ ദ ക്യാപ്റ്റൻ മെർച്ചൻ്റ്. And they occupied or they captured Fashoda and the surrounding areas. ഫഷോദ ഫ്രാൻസുകാർ പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് ഈ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഫഷോദയെ ഫ്രാൻസുകാർ ക്യാപ്ചർ ചെയ്തത് ബ്രിട്ടീഷുകാരെ വല്ലാതെ അലാം ചെയ്തു. ബിക്കോസ് ഫഷോദ എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ സുഡാൻ്റെ കീഴിൽ വരുന്ന പ്രദേശവും ഈജിപ്ഷ്യൻ സുഡാൻ എന്ന് പറയുന്ന ഈജിപ്തിൻ്റെ കീഴിൽ വരുന്ന ഏരിയ ആവുകയും ആൻഡ് ഈജിപ്ത് എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ കോളനി ഓഫ് ബ്രിട്ടൻ. So indirectly or automatically ഫഷോദ എന്ന് പറയുന്ന പ്രദേശം എന്ന് പറയുന്നത് ഈജിപ്തുകാരുടെ അധികാരത്തിന് കീഴിൽ വരുന്ന ഏരിയ ആണെന്ന് ഈജിപ്തുകാർ ക്ലെയിം ചെയ്തു. ആൻഡ് ദർ അറൈസ് ദ ക്രൈസിസ് ബിറ്റ്വീൻ ഫ്രാൻസ് ആൻഡ് ബ്രിട്ടൻ റിഗാർഡിംഗ് ദി ഓണർഷിപ്പ് ഓഫ് ദ വില്ലേജ് ഫഷോദ. ഒരു കൗണ്ടർ അറ്റാക്കിൻ്റെ ഭാഗമായിട്ട് ഒരു കൗണ്ടർ അറ്റാക്ക് ബ്രിട്ടീഷുകാർ പ്ലാൻ ചെയ്തു. ആൻഡ് ദേ മെയ്ഡ് എ കൗണ്ടർ മിലിറ്ററി ക്യാമ്പയിൻ ആൻഡ് ദീസ് ടു പാർട്ടീസ്, ദാറ്റ് ഇസ് ഫ്രാൻസ് ആൻഡ് ബ്രിട്ടൻ, met at Fashoda. പക്ഷേ unfortunately France failed in this attack, and as a result the dispute came to an end by signing a peace treaty by France. That was known as the Fashoda crisis. നെക്സ്റ്റ് ഈസ് റിഗാർഡിംഗ് ബെൽജിയം. ഒരു പക്ഷേ ആഫ്രിക്കൻ കൊളനൈസേഷൻ്റെ പൈനിയർ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു യൂറോപ്യൻ കൺട്രിയാണ് ബെൽജിയം എന്ന് പറയുന്നത്. ബെൽജിയത്തിൻ്റെ റൂളറായിട്ടുള്ള കിങ് ലിയോപോൾഡ് സെക്കൻഡ്, ഹു ഇസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ആഫ്രിക്കൻ കൊളനൈസേഷൻ, വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ഓട്ടോക്രാറ്റിക് റൂളറാണ് കിങ് ലിയോപോൾഡ് സെക്കൻഡ് എന്ന് പറയുന്നത്. ആൻഡ് ബെൽജിയം കോൺകേർഡ് ഓൺ ദ സെൻട്രൽ ആഫ്രിക്ക. വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് കോങ്കോ ആണ്. They occupied the parts of Congo River that was in the central territory by 1876, which was known as Belgian Congo. ആൻഡ് ഈ ലിയോപോൾഡ് സെക്കൻഡിൻ്റെ കാലഘട്ടത്തിൽ വളരെ ഒപ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഹാർഷ് ആയിട്ടുള്ള റൂളായിരുന്നു ഈ കോങ്കോ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ഹാഫ് ഓഫ് ദി പീപ്പിൾ വാസ് ഡൈഡ് ഡ്യൂറിങ് ഹിസ് റൂൾ. ആൻഡ് ബൈ 1908 ദിസ് അഡ്മിനിസ്ട്രേറ്റീവ് പോളിസി വാസ് ചേഞ്ച്ഡ്. ഒരു പക്ഷേ യൂറോപ്യൻ പൊളിറ്റിക്കൽ പ്രഷറിൻ്റെ ഭാഗമായിട്ടായിരിക്കും, അല്ലെങ്കിൽ 1908 ലിയോപോൾഡ് സെക്കൻഡ് മരണമടയുന്നത്. അതിനുശേഷം ഈ ബെൽജിയത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് റൂൾ അല്ലെങ്കിൽ അവരുടെ പോളിസിയിലേക്ക് ഒരുപാട് മാറ്റം വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ജർമ്മനി ഒരുപക്ഷെ വളരെ ലേറ്റ് ആയിട്ട് ഈ കൊളനൈസേഷൻ പ്രോസസ്സിലേക്ക് എത്തിയിട്ടുള്ള ഒരു യൂറോപ്യൻ രാജ്യമാണ് ജർമ്മനി. ബട്ട് ദോ ലേറ്റ് ദേ ഒക്യുപ്പൈഡ്
വെരി ഫ്യൂ ഓർ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പ്രദേശങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ള ഒരു രാജ്യമാണ് ജർമ്മനി എന്ന് പറയുന്നത്. ആൻഡ് ദേ കെയിം ഇൻ ദി colonization process by the end of the 19th century. Maybe it is due to the political policy which was followed by the German Vice Chancellor Otto von Bismarck, because he was against the colonizations and the imperialism. മേ ബി ബെർലിൻ കോൺഫറൻസിന് ശേഷമായിരിക്കും ജർമ്മനി കൂടുതലായിട്ടും ഒക്യുപ്പേഷൻസ് ആരംഭിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ 1884 to 1890. ദേ ഒക്യുപ്പൈഡ് കാമറൂൺ, ടോഗോലാൻഡ്, ജർമ്മൻ സൗത്ത് വെസ്റ്റ് ആഫ്രിക്ക ആൻഡ് ജർമ്മൻ ഈസ്റ്റ് ആഫ്രിക്ക. And unlike the other European countries, ജർമ്മൻ കോളനികളിൽ ഒരുപാട് ഡെവലപ്മെൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. എസ്പെഷ്യലി ദേ ഇൻട്രൊഡ്യൂസ്ഡ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ലൈക്ക് എ റെയിൽവേ. ജർമ്മനിയോടൊപ്പം തന്നെ ഈ കൊളനൈസേഷൻ പ്രോസസ്സിൽ വളരെ ലേറ്റായിട്ട് വന്നിട്ടുള്ള മറ്റൊരു യൂറോപ്യൻ കൺട്രിയാണ് ഇറ്റലി എന്ന് പറയുന്നത്. വളരെ കുറച്ച് പ്രദേശങ്ങളാണ് ഇറ്റലിക്ക് ഒക്യുപ്പൈ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. 1890 ഇറ്റലിയുടെ ആദ്യത്തെ ഒക്യുപ്പേഷൻ ഉണ്ടാകുന്നത്. ദേ ഒക്യുപ്പൈഡ് സൊമാലി ലാൻഡ് ദാറ്റ് വാസ് ഇൻ ദി ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ആഫ്രിക്ക. പിന്നീട് സൊമാലി ലാൻഡിനോട് ചേർന്ന് കിടക്കുന്ന അബിസീനിയൻ കിങ്ഡം പിടിച്ചെടുക്കാനായിട്ടൊരു ശ്രമം നടത്തുന്നത് ഇറ്റലി. ബട്ട് ദേ ഫെയിൽഡ് ദിസ് അറ്റംപ്റ്റ് ഇൻ 1896. ദെൻ അബിസീനിയോട് ചേർന്ന് കിടക്കുന്ന എറിത്രിയ പിടിച്ചെടുക്കുന്നു. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് ലിബിയാണ്. 1896 in between 1896 and 1940 they occupied Tripoli and Cyrenaica from Turkey. തുർക്കിയിൽ നിന്നുമാണ് ഈ ട്രിപ്പോളിയും സിർനായിക്കയും പിടിച്ചെടുക്കുന്നത്. പിന്നീട് ട്രിപ്പോളിയും സിർനായിക്കയും കൂടി കമ്പൈൻ ചെയ്ത് പുതിയൊരു കൺട്രി ഫോം ചെയ്യുന്നതാണ് ലിബിയ എന്ന് പറയുന്നത്. ദാറ്റ് വാസ് ഇൻ 1912. ലിബിയാണ് ഒരു പക്ഷേ ഇറ്റലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത്. ആൻഡ് here comes the last European country, that is Spain. ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള പ്രദേശങ്ങൾ മാത്രമാണ് സ്പെയിനിൻ്റെ കീഴിലുണ്ടായിരുന്നത്. they occupied the territory that is called as Rio de Oro, that was in 1900 on the west coast of Africa, and they also occupied some parts on the coast of Gibraltar, which was popularly known as the Spanish Morocco. And they also had occupations on the Munir River settlements. So these are the major settlements or the occupations by the European powers. So let us see about the African counterpart. Africans എന്തായാലും ഈ colonization പ്രോസസ്സിനോട് റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. യൂറോപ്യൻ ഇമ്പീരിയലിസത്തിനോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കാം, അതാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂറോപ്യൻ പവേഴ്സ് പ്രധാനമായിട്ടും അവരുടെ പൊളിറ്റിക്കൽ സ്വേ അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ അതോറിറ്റി ആഫ്രിക്കയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോൾ ബൈ ദ ലേറ്റ് 19th century there was a resistance attempts from the African kingdoms or the African states. They tried to resist the imposition of the colonial domination. പ്രധാനമായിട്ടുള്ള റെസിസ്റ്റൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അബിസീനിയൻ റെസിസ്റ്റൻസ്, ദാറ്റ് വാസ് എ സക്സസ്ഫുൾ വൺ. ദെൻ സുലു, മന്ദിങ്ക എംപയർ, അഷാന്തി കിങ്ഡം, ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് റെസിസ്റ്റൻസ് അറ്റംപ്റ്റുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആഫ്രിക്കൻ സൊസൈറ്റീസ് വളരെ ഫിയേഴ്സ്ലി ദ ഫോട്ട് അഗെയിൻസ്റ്റ് ദി കോളനൈസേഷൻ പ്രോസസ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എല്ലാ ആഫ്രിക്കൻ സൊസൈറ്റീസിനും അല്ലെങ്കിൽ ആഫ്രിക്കൻ സ്റ്റേറ്റുകൾക്കും യൂറോപ്യൻ കൊളനൈസേഷനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. മേ ബി ബിക്കോസ് ഓഫ് ടു റീസൺസ്. വൺ ഈസ് പൊളിറ്റിക്കൽ റീസൺ ആൻഡ് അതർ ഇസ് ടെക്നോളജിക്കൽ റീസൺ. പൊളിറ്റിക്കലി ആഫ്രിക്ക എന്ന് പറയുന്നത് ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു. റൈവൽ കിങ്ഡംസും അതുപോലെ തന്നെ റൈവൽ സ്റ്റേറ്റുകളുമായിരുന്നു ആഫ്രിക്കയിലുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഇൻ്റർ ട്രൈബൽ വാർഫെയർ ഒക്കെ വളരെ ഫ്രീക്വൻ്റ് ആയിരുന്നു ആഫ്രിക്കയിൽ. മേ ബി ഒരു പൊളിറ്റിക്കൽ ഫ്രാഗ്മെൻറ്റേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഇടയിലുണ്ടായ ലാക്ക് ഓഫ് യൂണിറ്റി ആയിരിക്കാം ഈ ഒരു യൂറോപ്യൻ കൊളനൈസേഷനെ റെസിസ്റ്റ് ചെയ്യുന്നതിൽ അവരെ തടഞ്ഞൊരു പ്രധാനപ്പെട്ട ഘടന. സെക്കൻഡ് വൺ ഈസ് എ ടെക്നോളജിക്കൽ വൺ. ടെക്നോളജിക്കലി യൂറോപ്യൻ കൺട്രീസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിരുന്നു. they were highly developed or highly modernized or they were industrialized and they used modern weapons and modern warfare technologies or strategies. So Africans വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡുകളും വളരെ ട്രഡീഷണൽ ആയിട്ട് വെപ്പൺസും ആയിരുന്നു പ്രധാനമായിട്ടും ഈ ഒരു റെസിസ്റ്റൻസിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. സോ അതും ഒരു പ്രധാനപ്പെട്ട റീസൺ ആയിരിക്കാം ബിഹൈൻഡ് ദിയർ ഫെയിലിയർ. ഓഫ് കോഴ്സ് കൊളനൈസേഷൻ കൊണ്ട് ഒരുപാട് റിസൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും റിസൾട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ലെറ്റ് us ഡിസ്കസ് അബൌട്ട് ദി നെഗറ്റീവ് റിസൾട്ട്സ് ഓഫ് ദീസ് കൊളനൈസേഷൻ പ്രോസസ്സ്. നാച്ചുറൽ റിസോഴ്സസ്, ആഫ്രിക്കയുടെ നാച്ചുറൽ റിസോഴ്സസ് ആയിരുന്നു പ്രധാനമായിട്ടും യൂറോപ്യൻസിനെ അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഘടകം എന്ന് പറയുന്നത്. ആൻഡ് ദേ എക്സ്പ്ലോയിറ്റഡ് ദി എക്കോണമി ഓർ ദ റിസോഴ്സസ് ഓഫ് ആഫ്രിക്ക, എസ്പെഷ്യലി ദ ഗോൾഡ്, ഡയമണ്ട്, ഫോസ്ഫേറ്റ്, ടിൻ, കോപ്പർ, റബ്ബർ, കോഫി,
cotton, etc. And the life or the conditions of the native peoples of Africa became very miserable because the Europeans treated them very harshly, and they were forcibly evicted from the land, and this colonial practices caused a large scale movement of people. People began to migrate from one place to another as a result of the colonial practices. This resulted in dislocation of people that impacted the society and the culture, especially on family. Dislocation of family ആണ് ഒരു പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് പറയുന്നത് ഓൺ ദ സൊസൈറ്റി, ബിക്കോസ് കൂടുതലും പുരുഷന്മാർ പ്ലാന്റേഷൻസിലേക്കും അതുപോലെ തന്നെ മൈനുകളിലേക്കും ജോലി അന്വേഷിച്ച് പോവുകയും അത് അവരുടെ ബേസിക് ആയിട്ടുള്ള ഫാമിലി സ്ട്രക്ചറിനെ അത് എഫക്റ്റ് ചെയ്തു. ആൻഡ് ഈ ഫാമിലി സ്ട്രക്ചറിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത് അവിടുത്തെ സൊസൈറ്റിയിലും അവിടുത്തെ കൾച്ചറിലും ഒരുപാട് നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ് ഡിസ്ലൊക്കേഷൻ ഓഫ് ദ ഫാമിലീസ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ദ റിലീജിയസ് കൺവേർഷൻ മെയ്ഡ് ബൈ ദ ക്രിസ്ത്യൻ missionaries, especially there was a compulsory conversion from Islam to Christianity during this period. Apart from this negative results, there are certain positive results, especially there are changes in the culture. There were modernization. Africans learned the European language and their culture. The missionary activities also helped them to develop socially and culturally. And with the introduction of modern education, there were social changes in Africa. And with the introduction of modern medicines, there were developments in the health facilities, like there was a reduction of epidemics like plague. And they also introduced modern transport and communication facilities, which also developed Africa and also helped them to modernize. Another major achievement or notable positive impact of the colonization was the abolition of the slave trade. Though the abolition wasn't limited, the slave trade was abolished. And it also helped to eliminate the intertribal warfare, which was very frequent among the African states. Let us conclude. The colonization of Africa was a result of the new imperialism of the 19th century. The Europeans wanted to implement 3 C's. One is Christianity, commerce, and civilization. By the end of the 19th century and the early 20th century, the colonization and the partition of Africa was completed. Only 2 countries were remained unaffected. There were Abyssinia and Liberia. Abyssinia എന്ന് പറയുന്നത് ഇന്നത്തെ ഇത്യോപ്യയും അതുപോലെ തന്നെ ലൈബീരിയയുമാണ് colonization പ്രോസസ്സിൽ ഉൾപ്പെടാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന 2 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ. By 1914, almost all Africa was under the colonization. 1914 കൂടിയിട്ടാണ് colonizationൻ്റെ ആദ്യത്തെ ഫേസ് കംപ്ലീറ്റ് ആക്കുന്നത്. Then by 1920s and 1930s, the second phase began. ഞാൻ പക്ഷേ 1940 വരെയുള്ള ഫസ്റ്റ് ഫേസ് മാത്രമാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുള്ളത്. എങ്ങനെയാണ് ആഫ്രിക്കയിലെ കൊളനൈസേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ആ പ്രോസസ്സ് എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ സെക്കൻഡ് ഫേസ് മുതൽ കൊളനൈസേഷൻ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിരുന്നില്ല, അല്ലെങ്കിൽ അത്ര ഡെവലപ്ഡ് ആയിരുന്നില്ല. കൊളനൈസേഷൻ എന്ന് പറയുന്നത് കമ്പയറിങ് വിത്ത് ദ ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ് തൊട്ട് നമുക്ക് കാണാവുന്നത് വളരെ സ്റ്റാറ്റിക് ആയിട്ടൊരു കൊളനൈസേഷൻ ആയിരുന്നു. ആൻഡ് ബൈ ദി ആഫ്റ്റർ ദി വേൾഡ് വാർ സെക്കൻഡ്, ദ തേർഡ് ഫേസ് ബിഗൻ. And it was a period of developmental programs or the comprehensive plans for the economic and social development of Africa. And by 1960s and 1970s, the colonial system was in full retreat. പൂർണ്ണമായിട്ടും colonial system അല്ലെങ്കിൽ colonial administration ഒക്കെ അല്ലെങ്കിൽ colonial influence പൂർണ്ണമായിട്ടും ആഫ്രിക്കയിൽ നിന്നും ഇല്ലാതാകുന്നത് 1960 അല്ലെങ്കിൽ 1970 കൂടിയിട്ടാണ്. So under the colonization, Africa witnessed some positive and negative changes. So thank you all. Thank you for listening to the class. Thank you.